ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 വ്യാഴമാറ്റ്. വ്യാഴം രാശി മാറുന്നു. അത് കർക്കിടകം രാശി. 2026 ജൂൺ മാസം 2-ാം തീയതി, അതായത് കൊല്ലവർഷം 1201 ആണ്ട്, ഇടവമാസം 18-ാം തീയതി രാത്രി 1:48 കർക്കിടകം രാശിയിലേക്ക് മാറുന്ന ആ വ്യാഴം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു വർഷമാണ്. അങ്ങനെ ഉള്ള കർക്കിടകത്തിലെ തൻ്റെ ഉച്ച രാശിയാണ് വ്യാഴത്തിന് കർക്കിടകം. ഏറ്റവും ബലമുള്ള ആ രാശിയിൽ പ്രവേശിക്കുന്നത് മൂലം കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. അതായത് കന്നി രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പല വിധത്തിലുമുള്ള കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് കണ്ടകശനിയൊക്കെ ഉണ്ട്. ഒരു വർഷമായി കണ്ടകശനി അനുഭവിക്കുന്നു. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ 10-ലെ വ്യാഴം മധ്യമമായിരുന്നല്ലോ. എന്നാൽ 11-ാം ഭാവത്തിലാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് കന്നിരാശിക്കാർ. 11-ാം ഭാവം എന്ന് പറയുമ്പോൾ സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവമാണ്. ആ സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ 12 വർഷം കൂടുമ്പോഴാണ് ഇങ്ങനെ വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ പൂർണ്ണ ബലവാനായിട്ട് വരുന്നത്. ഓരോ വ്യക്തികൾക്കും, അതായത് ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഓരോ വ്യക്തികളും സ്ത്രീ പുരുഷ ഭേദമന്യേ മനസ്സിൽ വിചാരിക്കുന്ന, ആഗ്രഹിക്കുന്ന, ദീർഘനാളുകളായിട്ട് സാധിക്കാതെ കിടക്കുന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും ഈ ഒരു വർഷത്തിനുള്ളിൽ സാധിക്കുവാൻ യോഗമുണ്ട്. അത് ഏതേത് ഭാവങ്ങൾക്കാണ് പൂർണ്ണ ബലം എന്നുള്ളതും കൂടി നമുക്ക് വിചിന്തനം ചെയ്യാം. ഒന്നാമതായിട്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ആരോഗ്യമാണല്ലോ ഏറ്റവും പ്രധാനം. വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുന്നത് കൂടാതെ തന്നെ ഓരോ ഗ്രഹങ്ങളും ഈ ഒരു വർഷത്തിനുള്ളിൽ മാറുന്നതനുസരിച്ച് ചില നേട്ടങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ട് കൂടി ലഭിക്കും. അതായത് ശുക്രനാണെങ്കിലും ചൊവ്വയായാലും ബുധനായാലും ആദിത്യനും ഒക്കെ വളരെ സപ്പോർട്ടീവായിട്ട് വരുന്ന ഒരു വർഷമാണ്. അങ്ങനെ മറ്റ് ഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയും വ്യാഴത്തിൻ്റെ പൂർണ്ണമായ ബലവും അനുഗ്രഹവും ഉള്ള ഈ ഒരു വർഷം പ്രധാന കാര്യങ്ങൾ സാധിക്കും. അതായത് തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. ഉറച്ച ഒരു തൊഴിൽ, ഇതുവരെ ഒക്കെ ചെറിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ രാശിക്കാരാണ് എങ്കിൽ പോലും അവർക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്ന രീതിയിൽ, സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരത്തക്ക രീതിയിൽ, പഠിച്ച വിദ്യയ്ക്കനുസരിച്ചോ അതിനു മേലെയോ ഒക്കെ നല്ല ഒരു കാര്യക്ഷമമായ രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുക വഴി, നല്ല ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പാസ്സാകുക വഴി നല്ല ഒരു ജോലി ലഭിക്കുവാൻ യോഗമുണ്ട്. അത് സ്വന്തം നാട്ടിലുമാകാം വിദേശത്തുമാകാം. വളരെ നല്ലതാണ്. കൂടാതെ തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഓരോ വ്യക്തികളും ഇപ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചില കാര്യങ്ങൾക്കൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുകയോ കഷ്ടതകളൊക്കെ വരികയോ അലസത മൂലമോ അല്ലാത്തയൊക്കെ ശത്രുത മൂലവും പരാജയങ്ങളൊക്കെ ചെറിയ തോതിലെങ്കിലും ഉണ്ടായെങ്കിൽ അതൊക്കെ മാറി വിജയത്തിലേക്ക് വന്നു ചേരുവാൻ പൂർണ്ണമായ ദൈവാനുഗ്രഹം വന്നിരിക്കുന്നു. സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരും ഇടപാടുകാരും ഒക്കെ സഹായത്തിനുണ്ടാകും. ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെ കാര്യക്ഷമതയുടെ ഭാവത്തിലേക്ക് വ്യാഴം പൂർണ്ണമായ ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് ഒരു ഗൃഹം വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. അതായത് സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവരോ
സ്വന്തം നാട് വിട്ട് പഠിക്കാൻ പോയിരിക്കുന്നവരോ പഠിത്തവും ജോലിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നവരായാലും അവർക്കൊക്കെ അതിൻ്റേതായ പുരോഗതികൾ വന്നു ചേരും. നല്ല നല്ല കമ്പനികളിൽ ജോലിയും അതുപോലെ തന്നെ ആ കൂടെ പഠിക്കുവാനും ചില ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സാകുവാനായിട്ട് പ്രൊമോഷൻ കിട്ടുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക്, നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നവർക്കും വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമാണ്. അതുപോലെ തന്നെ ഒരു ഗൃഹഭാഗ്യം വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. ദീർഘനാളുകളായിട്ട് ഒരു ഗൃഹം നിർമ്മിക്കണം, ഭൂമിയുണ്ട് ഗൃഹം നിർമ്മിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ സാധിക്കുകയോ ഭൂമിയും ഗൃഹവും കൂടി വന്നു ചേരുകയോ ഒക്കെ യോഗമുണ്ട്. അതുപോലെ വാഹന യോഗവും ഉള്ള ഒരു വർഷമാണ് ഈ കന്നിരാശിക്കാർക്ക്. കടങ്ങളൊക്കെ വീടുക, അതുപോലെ തന്നെ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട്. വിവാഹം വന്ന് നടക്കുന്നതിനും യോഗമുണ്ട്. ഒരു വർഷ കാലമുണ്ടല്ലോ. ദമ്പതികളായിട്ടുള്ളവർ അവർ ഏതെങ്കിലും തരത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരാണ് എങ്കിൽ പോലും ഈ വർഷം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് ഒരുമിച്ച് കൂടി ഒന്നിച്ച് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേരുവാൻ പൂർണ്ണമായ ഒരു ദൈവാധീനം വന്നു ചേർന്നിരിക്കുന്നു. അതിനുള്ള സാഹചര്യം എങ്ങനെയെങ്കിലും ഒത്തുവരും എന്നുള്ളതാണ് അതിൻ്റെ ഈശ്വരാധീനം. അതുപോലെ കടങ്ങളൊക്കെ വീടുക, നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുക, അതൊക്കെ ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് വന്നു ചേരാം. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും അതിൻ്റേതായ പുരോഗതികളൊക്കെ വന്നു ചേരും. കൃഷിക്ക് നല്ല വിള ലഭിക്കുകയും ആ വിളവുകൾക്ക് നല്ല രീതിയിലുള്ള സാമാന്യം ഭേദമായ രീതിയിൽ വില ലഭിക്കുന്നതിനും യോഗമുണ്ട്. കൃഷി ചെയ്ത് വിളവുണ്ടായാൽ അതിനാവശ്യക്കാരുണ്ടായെങ്കിലല്ലേ പ്രയോജനവും, അതൊക്കെ സാധിക്കും. അതുപോലെ തന്നെ വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ, ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന ബ്രോക്കറിംഗ് കാര്യങ്ങൾ ചെയ്യുന്നവർ, അത് വാഹന സംബന്ധമായോ ഗൃഹ സംബന്ധമായോ ഭൂമി സംബന്ധമായോ മറ്റ് സംഗതികളൊക്കെ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. വിക്രയ സ്ഥാനത്തേക്ക് പൂർണ്ണമായ ദൈവാധീനം ഉള്ള ഒരു വർഷമാണ്. സ്വന്തമായ ഒരു തൊഴിൽ ചെയ്യുന്നവർ എന്തുമാകട്ടെ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരോ, അതുമല്ല ഇനി കലയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർ, അതിൻ്റെ വസ്ത്രനിർമ്മാണമോ മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അനുകൂലമാണ്. ആർക്കിടെക്റ്റേഴ്സിന്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, അങ്ങനെ പോകുന്നു ആ വിഭാഗങ്ങളെല്ലാം. അവർക്കൊക്കെ ഈ നിപുണയോഗം ഒക്കെ വരും. ഇടയ്ക്ക് മാസത്തിൽ കുറേ പ്രാവശ്യം വരും. അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ ചില മികവ് പ്രകടിപ്പിക്കുക, ചില ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വളരെ വിജയിപ്പിക്കുക, അതുവഴി നല്ല ലാഭങ്ങൾ ഉണ്ടാകുക. അത് IT മേഖല ജോലി ചെയ്യുന്നവർക്കും മറ്റ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും സർക്കാർ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ്. ടെസ്റ്റുകളൊക്കെ പാസ്സാകുന്നതിനും മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കുക ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. തീരദേശവുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ അനുകൂലമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ വന്നു ചേരുന്ന ഒരു വർഷം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ ഓരോരുത്തരുടെ ജാതകം നോക്കുന്നതിനോ, അത് വിവാഹ മുഹൂർത്തം നോക്കുന്നതിനോ, വിവാഹ പൊരുത്തം നോക്കുന്നതിനോ, വിവാഹത്തിന് തടസ്സമുണ്ടെങ്കിൽ അത് നോക്കുക, ജോലി ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ, കടം വീട് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് നേരിട്ട് വരികയോ എൻ്റെ ഫോൺ വിളിച്ച് നേരിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഏറ്റവും അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുക.